സിമ്പിളായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വീടുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു സീറോക്ക്, നിങ്ങളുടെ ഫ്ലോറിംഗ് പാർട്ണർ. നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായി ഇന്റർലോക്ക് ചെയ്തൊരു മുറ്റം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാസ് വെച്ചിട്ട് അതിൻ്റെ ഒരു പാത്ത് വേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടത്തെ വിശേഷങ്ങൾ നോക്കാം. ഈ വീടിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 6x4 കജാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടൈലാണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 15 mm തിക്നെസ് വരുന്ന വിട്രിഫൈഡ് സ്ലാബുകളാണ്. ലെതർ, ലെപ്പോത്ര, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്രാനൈറ്റിനെ ഇമിറ്റേറ്റ് ചെയ്ത് വരുന്ന ഏകദേശം ആ ഫിനിഷിങ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ വിട്രിഫൈഡ് സ്ലാബുകൾ ഉപയോഗിക്കുന്ന ഒരു കാലാണ്. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാർക്ലിംഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞ വിട്രിഫൈഡ് സ്ലാബാണ്. 15 mm തിക്നെസ് ആണ്. ഇത് ഡബിൾ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലെതർ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റിന്റെ പക്ക ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള വേർഷനാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മൾ നാച്ചുറൽ സ്റ്റോണിലാവുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ ഇതിനകത്ത് എന്തുണ്ടാവില്ല, വേരിയേഷൻസ് ഉണ്ട്. എല്ലാം ഒരുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കാണാൻ. അതുപോലെ തന്നെ ഡബിൾ ഒട്ടിച്ചിട്ട് മനോഹരാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു റേസർ ഭാഗം കൊടുത്തിട്ടുള്ളത് നമ്മളുടെ കജാരിയുടെ 6x4 തന്നെയാണ്. നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊന്ന് നോക്കി നോക്കാം. വീടിനകത്തോട്ട് കയറുകയാണെങ്കിൽ തേക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഡോറ് കാണാം. ഇതിന്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് പനയാണ്. നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങൾ നോക്കാം. ഡോറ് തുറന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റൈറ്റിൽ നമുക്ക് ഫോർമൽ ലിവിങ് കാണാം. ഒരു എൽ ഷേപ്പ് സോഫയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സെയിം ഒരു ടീപ്പോയി ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്ത് നമ്മളുടെ വീടിൻ്റെ ഓണർ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പ്രൊഡക്റ്റും എന്താണ്, ബ്രാൻഡഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവൻ ടൈലിന്റെ കേസ് മാത്രം, ടൈലാണെന്നുണ്ടെങ്കിൽ പുള്ളി സൊമാനി, കജാരി അതുപോലത്തെ ലീഡിങ് ബ്രാൻഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ മറ്റ് അപ്ലയൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം L&Tന്റെ സ്വിച്ചസും അതുപോലെ തന്നെ TCL, JBL എൻ്റയർ പ്രൊഡക്റ്റ് എന്താണ് ബെസ്റ്റ് ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഐഡിയ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ലുക്കിൽ മാത്രമല്ല, അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് നോക്കി ചൂസ് ചെയ്യുന്നില്ല. ഈ ഉടമസ്ഥൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീടിന്റെ ഓരോ ഭാഗത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ വീടിന്റെ മെയിൻ ഹാൾ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. എല്ലാ ഏരിയയിലും ചെയ്തിട്ടുള്ളത് ലുസിയോൺ ബിയാങ്ക എന്ന് പറഞ്ഞ കജാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 6x4 ടൈലാണ്. 3 mm എപ്പോക്സി വെച്ചിട്ട് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വർക്കാണ്. ഓരോ ഇഞ്ചസിലും നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവും. ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നേരെ തൊട്ടുപുറത്ത് വരുന്നത് ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ എന്താണ്, ടേബിൾ സ്റ്റോൺ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുന്നത് ടേബിൾ സ്റ്റോൺ ആണ്. വിട്രിഫൈഡ് സ്ലാബിൽ വരുന്ന 15 mm തിക്നെസ് വരുന്ന വിട്രിഫൈഡ് സ്ലാബുകൾ നല്ല ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മൾ സീറോക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷിംഗ് ഏരിയ കാണാൻ പറ്റും. ജാഗോറിന്റെ ഒരു ബേസിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പ്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മിറർ വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിന്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾക്ക് വർക്കിംഗ് ആൻഡ് സ്റ്റഡി ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഏരിയ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ലിവിങ്ങും ഡൈനിങ്ങും ഹാളും അല്ലാതെ അത് നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. നല്ല അയൺ ബോക്സ് എല്ലാം ഈ ഒരു ഏരിയയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിലധികം കഴിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള ആളുകളാണ് നമ്മളെ നാട്ടിലത്തെ ആളുകൾ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഗസ്റ്റുകൾ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് ഇരുന്ന് സംസാരിക്കുക, അതേപോലെ തന്നെ അവർ നന്നായിട്ട് ഭക്ഷണം എൻജോയ് ചെയ്യുന്നുള്ളത് കാണാൻ പറ്റിയ ഒരു സീറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയന്റെ തൊട്ടടുത്തായിട്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു നീക്കാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇവര് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഭയങ്കര പ്രാക്ടിക്കലാണ് ഓരോ പോർഷൻസും. ഈ വീടിന്റെ ഡൈനിങ്ങിന്റെ സ്റ്റെയർ കേസിന്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഫസ്റ്റ് റൂം വരുന്നത്. റൂം ഒന്ന് ചെക്ക് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ളൊരു റൂം, അതിനോടനുബന്ധിച്ച് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. നമുക്ക് നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത് ബാത്റൂമിലും കാര്യം നമുക്ക് ബാത്റൂമും ചെക്ക് ചെയ്യാം. സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 4x2 സൈസിൽ വരുന്ന
സാറ്റിൻ ഫിനിഷിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റും ഡാർക്കും വളരെ ലൈറ്റ് കളറാണ് ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഹൈജീൻ ഫീല് നമുക്ക് ബാത്റൂമിൽ ഫീൽ ചെയ്യും. അതുപോലെ നല്ല ലൈറ്റും ഉണ്ടാവും ബാത്റൂമിനകത്ത്. ഡൈനിങ് ഹാളിന്റെയും നമ്മളുടെ സിറ്റിംഗ് ഏരിയന്റെയും തൊട്ട് സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബെഡ്റൂം. സെയിം ഫ്ലോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. 4x2 സൈസിൽ വരുന്ന സാറ്റിൻ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സൊമായി എന്നാണ് ബ്രാൻഡിന്റെ. അതിന്റെ സെയിം ടെക്സ്ചർ തന്നെയാണ്, സെയിം തന്നെയാണ് ഫ്ലോറിലും കൊടുത്തിട്ടുള്ളത്. ഒരു ബേസിൻ, അതുപോലെ തന്നെ വാൾ ഹാങ് ക്ലോസറ്റ് ഇത്രയാണ് ഈ ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ യൂസബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമുക്ക് ബാത്റൂമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഇത് ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈറ്റ് കളർ ഇഷ്ടമായിക്കൊള്ളുന്നില്ല. പക്ഷെ ലൈറ്റ് കളർ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നും നല്ല ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ബാത്റൂമിന്റെ വിശേഷങ്ങളുള്ളത്. ഡൈനിങ് ഹാളിന്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ കിച്ചണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിച്ചൺ ഒന്ന് നോക്കാം. ഒരു എൽ ഷേപ്പിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. കിച്ചന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗാലക്സി ഗ്രാനൈറ്റ് ആണ്. നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് ഗാലക്സി എന്നുള്ളത്. ഇന്ത്യൻ ഗാലക്സി വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പഴയ ഒരു 10-30 വർഷം മുമ്പുള്ള വീടുകൾ നോക്കുകയാണെങ്കിൽ പോലും ഇന്നും വളരെ ഷൈനിങ് ലൈക്ക് സ്റ്റാർസ് നട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റാണ് ഗാലക്സി. അതാണ് നമ്മളുടെ ഈ വീടിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതോറും എന്ത് ചെയ്യും, ഇതിന്റെ ഷൈനിങ് കൂടി വരുന്നുള്ള. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. നമ്മളുടെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേസ് തടസ്സം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് മടക്കി വെക്കാനും പറ്റും. ഒരു ചെറിയ നോബ് കൊടുത്തിട്ടുണ്ട്, ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ്, വളരെ തോട്ട്ഫുള്ളി ഡിസൈൻ ചെയ്തൊരു വീടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അതിന്റെ കിച്ചൺ എന്താണ്, അതൊന്നും മാറ്റമല്ല. അതേപോലെ തന്നെ 6x4 സൈസിൽ വരുന്ന ഫ്ലോർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോട് തൊട്ടടുത്ത് തന്നെ അതിന്റെ അടുപ്പും ചിമ്മിനിയൊക്കെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള പുകയില്ലാത്ത അടുപ്പുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു കിച്ചൺ സിങ്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കിച്ചണിലെ വിശേഷങ്ങൾ. അതേപോലെ നമുക്ക് വാള് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ വൈറ്റ് 4x2 സൈസിൽ വരുന്ന ടൈലുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റെയർ കേസ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം വിട്രിഫൈഡ് സ്ലാബാണ് സ്റ്റെയറിന് ഉപയോഗിച്ചിട്ടുള്ളത്. സെയിം ടൈൽ നമുക്ക് റേസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റൽ കൊണ്ട് ഇതിന്റെ ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര സേഫ്റ്റിയാണ്. നമ്മൾ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കോണിൽ നിന്ന് പൊതു വീട് അതുപോലത്തെ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് വീട് ഇത് ചെയ്തിട്ടുള്ളത്. പൊതുവെ സ്റ്റെയറുകൾക്ക് ഉണ്ടാകുന്ന ഒരു ലാൻഡിങ് അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പകരം ഒരു യു ഷേപ്പിൽ ടേണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സെയിം ഹാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നമുക്കൊരു വുഡനിലൊരു ഒരു പിടുത്തം ഇതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ അപ്സ്റ്റെയർ ഹാൾ വരുന്നത്. നമുക്ക് ഫ്രണ്ട് തന്നെ ഒരു ബാൽക്കണി കാണാൻ പറ്റും. നമ്മുടെ സിറ്റ് ഔട്ടിന് നേരെ ടോപ്പിലേക്കാണ് ബാൽക്കണി വരുന്നത്. നമുക്ക് വീടിന്റെ എൻ്റയർ മുറ്റം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഒരു ഈവനിങ് സമയങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ റൂമുകളെല്ലാം കാണാം. നമ്മുടെ ഈ വീട്ടിലെ 2 ഇരട്ട കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസ് റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്സ്റ്റെയറിലാണ്. നമുക്ക് ആ റൂം ഒന്ന് കാണാം. വളരെ ചെറിയ കുട്ടികളാണ്, അതിന് വലുതായി കഴിയുമ്പോഴത്തേക്കുള്ള റൂമായിരിക്കാം. ഇതാണ് നമ്മളുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് റൂം വരുന്നത്. 2 ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മെറ്റലിലൂടെ നിർമ്മിച്ചതാണ്. വുഡൻ ടെക്സ്ചർ ഇതിന്റെ ഒരു ബോർഡറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വീട്, അതായത് അപ്സ്റ്റെയറും ഗ്രൗണ്ട് ഫ്ലോറും എല്ലാം ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ കജാരിയുടെ 6x4 ലുസിയോൺ ബിയാങ്ക എന്ന് പറഞ്ഞ ഡിസൈനാണ്. എന്നാ പറഞ്ഞ ടൈലാണ്. അതുപോലെ തന്നെ 15 തിക്നെസ് വരുന്ന വിട്രിഫൈഡ് സ്ലാബുകളാണ് ഇതിന്റെ ബോർഡറല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്ത് വളരെ ചെറിയ പിള്ളേരാണ്, അപ്പോ റൂമിലൊക്കെ നിൽക്കാൻ ആവുന്നുള്ളൂ. അപ്പം അപ്സ്റ്റെയറിൽ എക്സ്ട്രാ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫർണിഷിംഗ് കാര്യങ്ങളൊന്നും അവര് ആവശ്യമായ സമയത്ത് ചെയ്യാന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരുന്നത്. നമുക്ക് അങ്ങനെ റൂമുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഇവരൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ 4x2 സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടൈലാണ്
യൂസ് ചെയ്തിട്ടുള്ളത്. വാളില് ഗ്ലോസിങ്, ഫ്ലോറിൽ അതുപോലെ തന്നെ മാറ്റ്. അത്യാവശ്യം ബിഗർ സൈസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ അകത്തൊരു ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അല്ലേ? ഈ ഒരു ഏരിയ നമുക്ക് ലോണ്ടറി സ്പേസിനും അതുപോലെ തന്നെ റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവരും ഒന്ന് ഒത്തുകൂടണമെങ്കിൽ, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ്. മാത്രമല്ല അവിടെ നിന്ന് നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു തെങ്ങും തോപ്പും നല്ല ഒരു ഭംഗിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഫ്ലോർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 4x2 ടൈല്, മാറ്റ് ഫിനിഷ് ടൈല് വെച്ചിട്ട് സേഫ് ആൻഡ്, അതായത് പൊതുവെ എന്തായിരിക്കും ഓപ്പൺ ടെറസുകളിലൊക്കെ ടൈലിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, സ്ലിപ്പറി ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഏരിയ ആണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ മാത്രമല്ല ഈ വീട് നിൽക്കുന്ന ഏരിയ അതുപോലെ തന്നെ എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആണ്.